മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. വീക്കിലി ടാസ്കിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അങ്ങനെ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ട് ബോട്ടിലുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓൾറെഡി എല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജിസേലിനെയും അക്ബറിനെയും ടാർഗറ്റ് ചെയ്യണം. ജിസേലിൻ്റെ കയ്യിൽ നിന്നും മാക്സിമം കുപ്പി തട്ടിപ്പറിക്കണമെന്നാണ്. എന്നാൽ ഇന്ന് എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്തത് അക്ബറിനെയാണ്. എല്ലാവരും കൂടി എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തത് അറിയാലോ. ആദില, നൂറ, ഒനീൽ, അഭിലാഷ് ഇവർ 4 പേരും നമ്മുടെ അക്ബറിനെയാണ് ടാർഗറ്റ് ചെയ്തത്. അക്ബർ ബോട്ടിലുകൾ കളക്ട് ചെയ്തിട്ട് അവിടെ തന്നെ ഇരുന്നു. ആ സമയത്ത് ആദ്യം ഒനീൽ വന്ന് അക്ബറിൻ്റെ കയ്യിൽ നിന്ന് ബോട്ടിൽ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. അതിനു പുറകെ ആദില, നൂറ, അഭിലാഷ് 4 പേരും ഓരോ ബോട്ടിൽ വീതമാണ് അക്ബറിൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു കൊണ്ടുപോയത്. 4 പേരും കൂടി ഒരാളെ അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് ഫെയർ ഗെയിം ആയിട്ട് തോന്നിയില്ല. ഇവർ 4 പേരും ബോട്ടിലുകൾ തട്ടിയെടുത്തുകൊണ്ട് പോയിട്ടും അവസാനം നമ്മുടെ അക്ബറിൻ്റെ കയ്യിൽ 4 ബോട്ടിലുകളുണ്ട്. അപ്പോൾ മൊത്തം എനിക്ക് തോന്നുന്നു 8-10 ബോട്ടിലുകൾ അക്ബർ കളക്ട് ചെയ്തിരുന്നു. ആ ഒരു പേടി ഇവർക്കുണ്ട്. അക്ബർ മാക്സിമം ബോട്ടിൽ കളക്ട് ചെയ്യുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ അക്ബറിന് മാക്സിമം കോയിൻ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. അടുത്ത ആഴ്ചയും അക്ബറിനെ നോമിനേഷനിൽ കൊണ്ടുവരണമെന്നാണ് ഇവരുടെ 4 പേരുടെയും ആഗ്രഹം. പലർക്കും പല ഗെയിമായിരിക്കും. ഗ്രൂപ്പ് കളിക്കാം, ഇൻഡിവിജ്വലായി കളിക്കാം. അതെല്ലാം എല്ലാവരുടെയും വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷേ ഗ്രൂപ്പ് കളിയാണെങ്കിലും ഒരാളെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ഫെയർ ഗെയിമായിട്ട് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് ബോട്ടിൽ കളക്ട് ചെയ്യുന്ന ആ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അക്ബറും നൂറയോട് ചോദിക്കുന്നു, ഞാൻ നിന്നെ ഒന്നും അറ്റാക്ക് ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് വന്ന് എന്നെ അറ്റാക്ക് ചെയ്തത്? അതിന് നൂറ പറയുന്നത്, എല്ലാവരും ബോട്ടിൽ എടുത്തുകൊണ്ട് പോയി, അതുകൊണ്ട് ഞാനും വന്ന് ബോട്ടിലെടുത്തു. ബോട്ടിലെടുക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. അതായത് ഇങ്ങനെ തട്ടിപ്പറിക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം നമുക്ക് തട്ടിപ്പറിക്കാമെന്നാണല്ലോ. അതാണ് നൂറ ഉദ്ദേശിച്ചത്. എന്നിട്ട് അക്ബറിനോട് ജയിക്കാൻ വേണ്ടി പറയുന്നു. അക്ബർ ഓടിയ സമയത്ത് എൻ്റെ കാലിൽ ഇടിച്ചു, എനിക്ക് കാലിന് വേദന എടുക്കുന്നുണ്ട്. ഇത് ചുമ്മാ നേഴ്സറി പിള്ളേർ അടിച്ചു, മാന്തി, നുള്ളി എന്നൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നത് പോലെയാണ് നൂറ അക്ബറിനോട് പറയുന്നത്. എന്തായാലും അക്ബർ ഓക്കെ, നിൻ്റെ ഗെയിമെങ്കിൽ നിൻ്റെ ഗെയിം, നീ കളിച്ചോ എന്ന് പറഞ്ഞു. എന്തായാലും ഒനീലിൻ്റെയും ആദിലയുടെയൊക്കെ ആദ്യത്തെ ആ ഒരു പ്ലാൻ വർക്കൗട്ട് ആയിട്ടുണ്ട്. മാക്സിമം ബോട്ടിൽ അവൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ അക്ബറിനെയും ജിസേലിനെയും തന്നെ ടാർഗറ്റ് ചെയ്യുന്നതിന് മെയിൻ റീസൺ അക്ബറിനെ നോമിനേഷനിൽ കൊണ്ടുവരണം എന്ന് മാത്രമല്ല, അക്ബറും ജിസേലും ബോട്ടിൽ എന്തായാലും ആരിനെ കൊടുക്കുകയുള്ളൂ. ആര്യന് മാക്സിമം ബോട്ടിൽ കിട്ടാതെ നോക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്ലാനിങ്. കാരണം ആര്യന് ബോട്ടിൽ കിട്ടി, അതിലേതെങ്കിലും അപ്രൂവ് ആയി കഴിഞ്ഞാൽ ആര്യന് കോയിൻ കിട്ടും. അപ്പോഴും ഇവർ നോമിനേഷൻ ഫ്രീ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് അക്ബറിനെയും ജിസേലിനെയും തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. എന്തായാലും ലൈവിൽ ടാസ്കുകൾ നടക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും വരാം.